ദൈവം തിന്മയും കഷ്ടപ്പാടും അനുവദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? തിന്മ ആരംഭിച്ചതെങ്ങനെ? സാത്താൻ പറഞ്ഞ ആദ്യത്തെ നുണയോടെയാണ് ഭൂമിയിൽ തിന്മ ആരംഭിച്ചത്. സാത്താൻ ആദ്യം പൂർണ്ണനായ ഒരു ദൈവദൂതനായിരുന്നു. പക്ഷേ സത്യത്തിൽ ഉറച്ചു നിന്നില്ല. യോഹന്നാൻ 8:44. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ആരാധന മോഹിച്ചിട്ട് സാത്താൻ ആദ്യത്തെ മനുഷ്യസ്ത്രീയായ ഹവ്വയോട് നുണ പറഞ്ഞു. ദൈവത്തിന് പകരം തന്നെ അനുസരിക്കാൻ സാത്താൻ ഹവ്വയെ പ്രേരിപ്പിച്ചു. ഹവ്വ അതിന് വഴിപ്പെട്ടു. ഹവ്വയുടെ കൂടെ ചേർന്ന് ആദാമും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ആദാമിന്റെ ആ തീരുമാനം കഷ്ടപ്പാടും മരണവും വരുത്തിവെച്ചു. ഉൽപ്പത്തി 3:1 മുതൽ 6 വരെ ഇങ്ങനെ വായിക്കുന്നു: ദൈവമായ യഹോവ ഭൂമിയിലുണ്ടാക്കിയ എല്ലാ വന്യജീവികളിലും വെച്ച് ഏറ്റവും ജാഗ്രതയുള്ളതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട്, തോട്ടത്തിലെ എല്ലാ മരങ്ങളിൽ നിന്നും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം ശരിക്കും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനു സ്ത്രീ സർപ്പത്തോട്, തോട്ടത്തിലെ മരങ്ങളുടെ പഴം ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിനു നടുവിലുള്ള മരത്തിലെ പഴത്തെക്കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ അതിൽ നിന്ന് തിന്നരുത്, അത് തൊടാൻ പോലും പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കും. അപ്പോൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല, ഉറപ്പ്. അതിൽ നിന്ന് തിന്നുന്ന ആ ദിവസം തന്നെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ ശരിയും തെറ്റും അറിയുന്നവരായി ദൈവത്തെപ്പോലെയാകുമെന്നും ദൈവത്തിനറിയാം. അങ്ങനെ ആ മരം കാഴ്ചയ്ക്ക് മനോഹരവും അതിലെ പഴം തിന്നാൻ നല്ലതുമാണെന്ന് സ്ത്രീ കണ്ടു. അതെ, ആ മരം കാണാൻ നല്ല ഭംഗിയായിരുന്നു. സ്ത്രീ അതിന്റെ പഴം പറിച്ചു തിന്നു. പിന്നീട് ഭർത്താവിനോടു കൂടിയായിരുന്നപ്പോൾ ഭർത്താവിനും കുറച്ചു കൊടുത്തു. ഭർത്താവും തിന്നു. 19 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ എടുത്തിരിക്കുന്ന നിലത്ത് നീ തിരികെ ചേരുന്നതുവരെ വിയർത്ത മുഖത്തോടെ നീ ആഹാരം കഴിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചേരും. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ ഹവ്വയെ പ്രേരിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തിന്, അതായത് അത്യുന്നതനെന്ന നിലയിലുള്ള ദൈവത്തിന്റെ സ്ഥാനത്തിനെതിരെയുള്ള ഒരു മത്സരത്തിന് തുടക്കമിടുകയായിരുന്നു സാത്താൻ. മനുഷ്യരിൽ ഭൂരിപക്ഷവും ദൈവത്തെ തങ്ങളുടെ ഭരണാധികാരിയായി അംഗീകരിക്കാതിരുന്നുകൊണ്ട് സാത്താന്റെ പക്ഷം ചേർന്നിരിക്കുന്നു. സാത്താൻ അങ്ങനെ ഈ ലോകത്തിന്റെ ഭരണാധികാരിയായിരിക്കുകയാണ്. യോഹന്നാൻ 14:30 ഇങ്ങനെ വായിക്കുന്നു: ഇനി ഞാൻ നിങ്ങളോട് കൂടുതലായൊന്നും സംസാരിക്കില്ല, കാരണം ഈ ലോകത്തിന്റെ ഭരണാധികാരി വരുന്നു. അയാൾക്ക് എന്റെ മേൽ ഒരധികാരവുമില്ല. 1 യോഹന്നാൻ 5:19 ഇങ്ങനെ വായിക്കുന്നു: നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നമുക്കറിയാം, പക്ഷേ ലോകം മുഴുവനും ദുഷ്ടന്റെ നിയന്ത്രണത്തിലാണ്. ദൈവത്തിന്റെ സൃഷ്ടികളിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം അത്യുത്തമമാണ്. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാനുള്ള പ്രാപ്തിയോടെയാണ് മനുഷ്യരെയും ദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം വാസ്തവത്തിൽ ദൈവത്തോട് സ്നേഹം കാണിക്കാനുള്ള അവസരം തരുന്നു. യാക്കോബ് 1:13 മുതൽ 15 വരെ ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് ആരും പറയാതിരിക്കട്ടെ. ദോഷങ്ങൾ കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ദൈവവും ആരെയും പരീക്ഷിക്കുന്നില്ല. സ്വന്തം മോഹങ്ങളാണ് ഓരോരുത്തരെയും ആകർഷിച്ച് മയക്കി പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുന്നത്. പിന്നെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അങ്ങനെ പാപം ചെയ്യുമ്പോൾ മരണം ജനിക്കുന്നു. 1 യോഹന്നാൻ 5:3 ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തിന്റെ കൽപ്പനകൾ ഒരു ഭാരമല്ല. ദൈവം ഇക്കാലം വരെ കഷ്ടപ്പാട് അനുവദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ചുരുങ്ങിയ ഒരു കാലത്തേക്ക് ദൈവം തന്റെ പരമാധികാരത്തിനെതിരെയുള്ള മത്സരം അനുവദിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവത്തെ കൂടാതെയുള്ള ഒരു ഭരണവും ആളുകൾക്ക് പ്രയോജനം ചെയ്യില്ലെന്ന് കാണിക്കുന്നതിനു വേണ്ടി. 6000 വർഷത്തെ മനുഷ്യചരിത്രം അതിന്റെ സത്യത തെളിയിക്കുന്നു. യുദ്ധം, കുറ്റകൃത്യം, അനീതി, രോഗം എന്നിവയൊന്നും ഇല്ലാതാക്കാൻ മനുഷ്യ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല.
യിരെമ്യാ 10:23 ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, മനുഷ്യന്റെ വഴികൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. സ്വന്തം കാലടികളുടെ നിയന്ത്രണം പോലും അവനുള്ളതല്ലല്ലോ. റോമർ 9:17 ഇങ്ങനെ വായിക്കുന്നു: കാരണം തിരുവെഴുത്തിൽ ഫറവോനോട് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്: നിന്നിലൂടെ എന്റെ ശക്തി കാണിക്കാനും ഭൂമിയിലെങ്ങും എന്റെ പേര് പ്രസിദ്ധമാക്കാനും വേണ്ടി മാത്രമാണ് നിന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യഭരണം പോലെയല്ല ദൈവത്തിന്റെ ഭരണം. ഈ ഭരണം അതിനെ അംഗീകരിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുന്നു. മനുഷ്യന്റെ എല്ലാ ഗവൺമെന്റുകളെയും ദൈവം ഉടൻ തന്നെ നീക്കം ചെയ്യും. ദൈവത്തിന്റെ ഭരണത്തിന് കീഴ്പ്പെടാൻ മനസ്സ് കാണിക്കുന്നവർ മാത്രമേ ഭൂമിയിലുണ്ടായിരിക്കൂ. ദാനിയേൽ 2:44 ഇങ്ങനെ വായിക്കുന്നു: ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരിക്കലും നശിച്ചുപോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം മറ്റൊരു ജനതയ്ക്കും കൈമാറില്ല. ഈ രാജ്യങ്ങളെയെല്ലാം തകർത്തില്ലാതാക്കിയിട്ട് അതുമാത്രം എന്നും നിലനിൽക്കും. ദൈവം ക്ഷമ കാണിക്കുന്നതുകൊണ്ട് നമുക്കെന്തിനുള്ള അവസരമുണ്ട്? യഹോവയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ടല്ല ആരും ദൈവത്തെ സേവിക്കുന്നതെന്ന് സാത്താൻ വാദിച്ചു. അതൊരു നുണയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാഗ്രഹമുണ്ടോ? നിങ്ങൾക്കതിന് കഴിയും. ദൈവം ക്ഷമ കാണിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഭരണമാണോ മനുഷ്യന്റെ ഭരണമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിത രീതി നമ്മൾ ഏത് തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് വ്യക്തമാക്കും. ഇയ്യോബ് 1:8-12 വരെ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യഹോവ സാത്താനോട് ചോദിച്ചു: എന്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ മറ്റാരും ഭൂമിയിലില്ല. അവൻ ദൈവഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനുമാണ്. തെറ്റായ കാര്യങ്ങളൊന്നും അവൻ ചെയ്യാറില്ല. മറുപടിയായി സാത്താൻ യഹോവയോട് പറഞ്ഞു: വെറുതെയാണോ ഇയ്യോബ് ദൈവത്തോട് ഇത്ര ഭയഭക്തി കാട്ടുന്നത്? അവനും അവന്റെ വീടിനും അവനുള്ള എല്ലാത്തിനും ചുറ്റും അങ്ങ് ഒരു വേലി കെട്ടിയിരിക്കുകയല്ലേ? അവന്റെ അധ്വാനത്തെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു. നാട് മുഴുവൻ അവന്റെ മൃഗങ്ങളാണ്. എന്നാൽ കൈനീട്ടി അവനുള്ളതെല്ലാം ഒന്ന് തൊട്ടുനോക്ക്. അപ്പോൾ അറിയാം എന്തു സംഭവിക്കുമെന്ന്. അവൻ അങ്ങയെ മുഖത്തു നോക്കി ശപിക്കും. അപ്പോൾ യഹോവ സാത്താനോട് പറഞ്ഞു: ഞാൻ ഇതാ അവനുള്ളതെല്ലാം നിന്റെ കയ്യിൽ തരുന്നു. പക്ഷേ അവന്റെ ദേഹത്ത് തൊടരുത്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി. സുഭാഷിതങ്ങൾ 27:11 ഇങ്ങനെ വായിക്കുന്നു: എന്നെ നിന്ദിക്കുന്നവന് മറുപടി കൊടുക്കാൻ എനിക്ക് കഴിയേണ്ടതിന് മകനെ, നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. നമ്മൾ ദൈവത്തെയാണ് ഭരണാധികാരിയായി അംഗീകരിക്കുന്നതെന്ന് എങ്ങനെ തെളിയിക്കാം? ദൈവവചനമായ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതുപോലുള്ള സത്യാരാധന ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ചേർച്ചയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഭരണാധികാരിയായി അംഗീകരിക്കുകയാണ്. യേശു ചെയ്തതുപോലെ രാഷ്ട്രീയത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നമുക്ക് സാത്താന്റെ ഭരണത്തെ തള്ളിക്കളയാനുമാകും. യോഹന്നാൻ 17:14 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അങ്ങയുടെ വചനം അവർക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഞാൻ ലോകത്തിന്റെ ഭാഗമല്ലാത്തതുപോലെ തന്നെ അവരും ലോകത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ലോകം അവരെ വെറുക്കുന്നു. അധാർമികവും ദുഷിച്ചതുമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാത്താൻ തന്റെ അധികാരം ഉപയോഗിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ ചില സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ നമ്മളെ കളിയാക്കുകയോ എതിർക്കുകയോ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളുമായുള്ള സഹവാസം നമ്മൾ നിർത്തിക്കളയുമോ? സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും ദൈവം തന്നിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കാതിരിക്കുമോ? ഇക്കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കുമ്പോൾ സമ്മർദ്ദത്തിന് കീഴിൽ ആരും ദൈവത്തോട് വിശ്വസ്തരായിരിക്കില്ല എന്ന സാത്താന്റെ വാദം ഒരു നുണയാണെന്ന് തെളിയിക്കുകയായിരിക്കും നമ്മൾ. 1 കൊരിന്ത്യർ 6:9-10 ഇങ്ങനെ വായിക്കുന്നു: അന്യായം കാണിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? വഞ്ചിക്കപ്പെടരുത്. അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവർ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വവർഗരതിക്ക് വഴങ്ങിക്കൊടുക്കുന്നവർ, സ്വവർഗരതിക്കാർ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, കുടിയന്മാർ, അധിക്ഷേപിക്കുന്നവർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല.
1 കൊരിന്ത്യർ 15:33 ഇങ്ങനെ വായിക്കുന്നു: വഴിതെറ്റിക്കപ്പെടരുത്. ചീത്ത കൂട്ടുകെട്ട് നല്ല ശീലങ്ങളെ നശിപ്പിക്കുന്നു. മനുഷ്യരോട് സ്നേഹമുള്ളതുകൊണ്ട് ദൈവം തിന്മയ്ക്കും കഷ്ടപ്പാടിനും അവസാനം വരുത്തുമെന്ന് നമുക്കുറച്ച് വിശ്വസിക്കാം. ആ വിശ്വാസത്തിന് ചേർച്ചയിൽ പ്രവർത്തിക്കുന്നവർ സന്തോഷത്തോടെ ഭൂമിയിൽ എന്നെന്നും ജീവിക്കും. യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ മകനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ അവരെല്ലാം നിത്യജീവൻ നേടാൻ ദൈവം അവനെ ലോകത്തിനു വേണ്ടി നൽകി. അത്ര വലുതായിരുന്നു ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം.